ഞങ്ങൾ എന്തും ചെയ്യും, ആരെന്ന് ചോദിക്കാനെന്ന അഹങ്കാരത്തിൽ ലോകത്തിന്റെ മുകളിൽ കയറിയിരിക്കുകയും എങ്ങും ചെന്ന് ബോംബിടുകയും ചെയ്യുന്ന ഒരു ഭ്രാന്തൻ പ്രസിഡന്റിന്റെ നേതൃത്വത്തിലുള്ള അമേരിക്ക എന്ന രാജ്യം വീണ്ടും അന്താരാഷ്ട്ര നിയമവ്യവസ്ഥയെ കാൽ കീഴിലിട്ട് ചവിട്ടുകയാണ്. മറ്റൊരു പരമാധികാര രാജ്യത്ത് സൈനിക അതിക്രമണം നടത്തുക മാത്രമല്ല, ആ രാജ്യത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റിനെയും ഭാര്യയെയും തട്ടിക്കൊണ്ടുപോയി അമേരിക്കൻ മണ്ണിൽ വിചാരണ തടവിലാക്കുകയും ചെയ്യുക. ഇതാണ് ഇന്ന് ജനാധിപത്യത്തിന്റെ കാവൽക്കാരൻ എന്ന വേഷമണിഞ്ഞ അമേരിക്കയുടെ യഥാർത്ഥ മുഖം. കാണുന്നതെല്ലാം സത്യമാകണമെന്നില്ല, കേൾക്കുന്നതെല്ലാം സത്യമാകണമെന്നില്ല, ചെയ്യുന്നതെല്ലാം സത്യമാകണമെന്നില്ല, പറയുന്നതെല്ലാം സത്യമാകണമെന്നില്ല. സത്യം ഒന്നു മാത്രം. ഇൻസൈറ്റ്, ദ ട്രൂ അനാലിസിസ്. നമസ്കാരം, ഞാൻ എന്നെ മൂന്നുകുട്ടി. ഇൻസൈറ്റിലേക്ക് സ്വാഗതം. ഇക്കുറി അമേരിക്കൻ തെമ്മാടിത്തത്തിന്റെ ഇര വെനിസ്വേലയാണ്. അതിന്റെ ഭരണാധികാരി നിക്കോളാസ് മദുറോയും വർഷങ്ങളായി അമേരിക്കൻ ഉപരോധവും ഇടപെടലും സാമ്പത്തിക ശ്വാസംമുട്ടലും നേരിടുന്ന വെനിസ്വേലയിലെ ജനങ്ങൾ വീണ്ടും അഭയാർത്ഥികളായി ലോകത്തേക്ക് ചിതറുന്നു. ലോകത്തെ എണ്ണ സമ്പത്തിന്റെ 20% ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ വെനിസ്വേലയിലാണ്. തകർന്ന് തരിപ്പണമായ അമേരിക്കൻ എക്കണോമിയെ പിടിച്ചു നിർത്തണമെങ്കിൽ വേഗത്തിലുള്ള ചികിത്സ ആവശ്യമാണ്. അയൽ രാജ്യങ്ങളിലെ എണ്ണ ശേഖരം ഉപയോഗിച്ച് അമേരിക്കയുടെ സാമ്പത്തിക രംഗം പുഷ്ടിപ്പെടുത്തുക എന്ന ലക്ഷ്യമാണ് ട്രംപിനുള്ളത്. ഇതാണ് വെനിസ്വേലയുടെ എണ്ണ സമ്പത്ത് കൊള്ളയടിക്കാനുള്ള വാഷിംഗ്ടണിന്റെ ദാഹത്തിന് പിന്നിലെ രഹസ്യം. ഈ എണ്ണ സമ്പത്ത് വെനിസ്വേല എന്ന രാജ്യത്തിന്റെ സമാധാനവും സ്വതന്ത്രതയും തകർക്കുന്ന ആയുധമായി മാറിയിട്ട് നാളുകളായി. അമേരിക്കൻ പക്ഷപാതത്തിന്റെ പ്രതീകമായി മാറിയ മരിയ മച്ചാഡോയ്ക്ക് സമാധാന നോബൽ സമ്മാനം നൽകപ്പെട്ടത് യാദൃശ്യമല്ല. വെനിസ്വേലയെ അസ്ഥിരപ്പെടുത്താനുള്ള ആഗോള രാഷ്ട്രീയ നാടകത്തിന്റെ ഭാഗമാണത്. തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിലെത്തിയ ഒരു സർക്കാരിനെ മറ്റൊരു രാജ്യം സൈനിക ശക്തിയാൽ പുറത്താക്കാൻ ശ്രമിക്കുന്നത് ആഗോള നിയമവാഴ്ചക്കെതിരായി തുറന്ന യുദ്ധപ്രഖ്യാപനമാണ്. നിയമമല്ല, താല്പര്യങ്ങളാണ് ലോക കാര്യങ്ങൾ തീരുമാനിക്കുന്നതെന്ന നഗ്നമായ അരാജകത്വത്തിന്റെ ഉദാഹരണമാണിത്. ഇതിനെ തടയാൻ കഴിഞ്ഞാത്തത് ലോകത്തിന്റെ പരാജയം മാത്രമല്ല, അത് ആത്മഹത്യ തന്നെയാണ്. ഈ നൂറ്റാണ്ടിന്റെ ആദ്യ 25 വർഷങ്ങൾക്കുള്ളിൽ മാത്രം ലാറ്റിൻ അമേരിക്കയിൽ 6 രാജ്യങ്ങളിലെങ്കിലും അമേരിക്കൻ അന്യായ ഇടപെടൽ നടന്നു. വെനിസ്വേലയിലും നിക്കരാഗ്വയിലും അത് ഇപ്പോഴും തുടരുന്നു. കുറ്റം നിയമലംഘനം മാത്രമല്ല, ആക്രമണത്തിനും ഇടപെടലിനും പറഞ്ഞു നൽകുന്ന ന്യായങ്ങളെല്ലാം തന്നെ കെട്ടിച്ചമച്ച കള്ളങ്ങളാണ്. ഇറാഖിനെ ആക്രമിക്കാൻ പറഞ്ഞ കൂട്ടനശീകരണ ന്യായം 100% കള്ളമാണെന്ന് പിന്നീട് അമേരിക്ക തന്നെ സമ്മതിക്കേണ്ടി വന്നു. ഇന്ന് ഇറാനെതിരെ ഉന്നയിക്കുന്ന ആണവായുധാരോപണവും അതേ കള്ളനാളത്തിന്റെ ആവർത്തനമാണ്. ലോക ചരിത്രത്തിൽ ആണവായുധം യഥാർത്ഥത്തിൽ പ്രയോഗിച്ച ഏക രാജ്യം അമേരിക്ക തന്നെയാണെന്ന സത്യം മറച്ചു വെച്ചാണ് മറ്റുള്ളവരെ ഉപദേശിക്കുന്നത്. ജനാധിപത്യം സ്ഥാപിക്കാനാണത്രേ യാങ്കി സേനയുടെ കുതിപ്പ്. ലിബിയയിലും ഇറാനിലും പലസ്തീനിലും അതിന്റെ ഫലം എന്തായിരുന്നുവെന്ന് ലോകം കണ്ടതാണ്. ഇറാനിൽ തെരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രി മുഹമ്മദ് മുസദ്ദീഖിനെ അട്ടിമറിച്ച് US പാവയായ ഷായെ കയറ്റിയതും ഫലസ്തീനിൽ തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിലെ ഹമാസിനെ ഭീകരമുദ്ര ചാർത്തി ചവിട്ടി മാറ്റാൻ ശ്രമിച്ചതും ഇതേ അമേരിക്കയാണ്. അമേരിക്കൻ ജനാധിപത്യ സിദ്ധാന്തത്തിൽ ഇടതുപക്ഷം ജയിക്കാൻ പാടില്ല. ജനങ്ങളുടെ ഇച്ഛയ്ക്കവിടെ വിലയില്ല. കമ്മ്യൂണിസത്തിന്റെ ഭീഷണി പറഞ്ഞ് വിയറ്റ്നാമിനെയും ഗ്രനഡയെയും ആക്രമിച്ചവർ ഇന്ന് വെനിസ്വേലയെ നാർക്കോട്ടിക് ഭീകരരുടെ പേരിൽ അപകീർത്തിപ്പെടുത്തുന്നു. അമേരിക്കയ്ക്ക് വഴങ്ങാത്ത ഏതു രാജ്യത്തെയും എന്തെങ്കിലും കളഞ്ഞാലും പറഞ്ഞ് ആക്രമിക്കുക, അതാണ് അവരുടെ സ്ഥിരം ശൈലി. ഒരു കാലത്ത് ലോക സമാധാനത്തിന് വേണ്ടി ചേരിചേരാ പ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വം നൽകിയ ഇന്ത്യ ഇന്ന് അമേരിക്കയ്ക്ക് മുന്നിൽ വിനീത വിധേയനായി നിൽക്കുന്നു. ഐക്യരാഷ്ട്രസഭയിൽ ലോകത്തെ സ്വാധീനിച്ചിരുന്ന നമ്മുടെ ശബ്ദം ഇന്ന് മൗനമായി. വെനിസ്വേലയിലെ സംഭവ വികാസങ്ങൾ ആശങ്കയുണ്ടാക്കുന്നു എന്ന ഒറ്റവരി പ്രതികരണത്തിലേക്ക് ഇന്ത്യയുടെ വിദേശ നയം ചുരുങ്ങി. ഒരു പരമാധികാര രാജ്യത്തെ അമേരിക്ക സൈനികമായി അട്ടിമറിച്ചു എന്ന സത്യം പോലും തുറന്നു പറയാൻ
നമുക്ക് ധൈര്യമില്ല. ഇന്ത്യക്കെതിരായ ട്രംപിന്റെ വ്യാപാര യുദ്ധവും വ്യാജ അവകാശവാദങ്ങളും മറക്കപ്പെട്ടിരിക്കുന്നു. കോളനിയൽ പീഡനത്തിന്റെ ചരിത്രം പോലും ഓർക്കാതെ നാം തലകുനിക്കുന്നു. തോന്നുന്നത് ചെയ്യാൻ മടിക്കാത്ത ട്രംപ് നാളെ ഗ്രീൻലാൻഡിനെയോ കാനഡയെയോ ഇറാനെയോ ആക്രമിച്ചാലും അത്ഭുതപ്പെടാനില്ല. ഇറാനിലെ എണ്ണ സമ്പത്ത് ലക്ഷ്യമിട്ടുള്ള നീക്കങ്ങൾക്ക് ഇപ്പോൾ തുടക്കമിട്ടിരിക്കുന്നു എന്ന വിവരങ്ങളാണ് വർത്തമാനകാല സംഭവങ്ങൾ നിരീക്ഷിക്കുമ്പോൾ വ്യക്തമാകുന്നത്. ആ ഇരകളുടെ പട്ടികയിൽ ഇന്ത്യക്കും സ്ഥാനം ഉറപ്പാക്കാൻ നാം തന്നെ ഒത്താശ ചെയ്യേണ്ടതില്ലായിരുന്നു. ചിലപ്പോഴെങ്കിലും നിവർന്നെന്ന് പറയേണ്ടി വരും. ആശങ്കയുണ്ടാക്കുന്ന സംഭവ വികാസങ്ങൾ എന്ന് നാം മയപ്പെടുത്തി പറയുമ്പോൾ വാഷിംഗ്ടണിൽ ട്രംപ് പരിഹാസത്തോടെ ഊറിച്ചിരിക്കുകയായിരിക്കും.